നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് നമ്മുടെ വർക്ക് സൈറ്റ് ആണ് കാണിക്കുന്നത്. നമ്മൾ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ സ്റ്റെപ്പ് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്പോതെക്കിന്റെ കാണിച്ചു. ഇതിന്റെ കണ്ടോ കൈപ്പിടി കോണിയുടെ ഹാൻഡിൽ സെറ്റ് ചെയ്ത ഭാഗമാണ് ഇപ്പൊ നമ്മളിന്ന് കാണിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ ആശാരിമാരൊക്കെ ഇന്ന് സൺഡേ ആയ കാരണം ഇതിപ്പോ തൃശ്ശൂരാണ് വർക്ക് സൈറ്റ്. അപ്പൊ സൺഡേ ആയ കാരണം അവര് നമ്മുടെ നിലമ്പൂര് അവരെ നാട്ടിലേക്ക് പോയിരിക്കാണ്. നാളെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇന്നിപ്പോ നമ്മുടെ ഷോപ്പ് ഇന്നിപ്പോ ലീവാണല്ലോ. ഞാൻ സൺഡേ ആയ കാരണം നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് ഒന്ന് ഇതൊക്കെ വർക്ക് ചെയ്തത് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നിരിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ആരുമില്ല. അപ്പൊ നമ്മള് പണിക്കാരും ചെയ്തിട്ടുള്ള വർക്കുകൾ കാണിച്ചു തരാം. ഫുള്ള് ഡിപ്പോത്തേക്കിന്റെ കേട്ടോ. ഇത് പോളിഷ് ചെയ്തിട്ടൊന്നും ഇല്ല. ഇതിൽ ഗ്ലാസ് ഇടും. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞ് ഇത് ഇനി ഒന്നും കൂടി മിനുസാക്കി ഉരക്കാണ്ട് സാൻഡറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫുൾ ഫിനിഷിങ് ചെയ്തിട്ടുള്ള വീഡിയോസ് വേറെ കാണിക്കട്ടോ. ഇതൊക്കെ സ്റ്റെപ്പൊക്കെ നമ്മള് 1.1 ഒരു ഇഞ്ചിന് മുകളിൽ കനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ കാതലാണ് ഡിപ്പോത്തേക്കിന്റെ ഐറ്റംസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ 5 ഇഞ്ച് വരും കേട്ടോ. മാസ്റ്റർ കാലൊക്കെ 5 ഇഞ്ച് വരുന്നതാണ്. ഒറ്റ പീസിൽ 5 ഇഞ്ച് വരുന്നതാണ്. ഇനിയിപ്പോ ഇതില് ഈ ഡിസൈന് ഡൈനിങ് ടേബിളിലും സെയിം ഡിസൈനാ വരുന്നത്. അപ്പൊ ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ സ്റ്റയറിന്റെ മാത്രം വർക്കാൻ നടക്കണം. അപ്പൊ അതേ ഡിസൈനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഗ്ലാസ് വരും. അപ്പൊ ഗ്ലാസ് വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കും. അതേപോലെ ഇത് പോളിഷ് ചെയ്യും. ഇതൊന്നും കൂടി സാൻഡർ ചെയ്തിട്ട് നന്നായി ഉരച്ചു കഴിഞ്ഞ് പോളിഷ് ചെയ്യും. ഇതൊക്കെ മരത്തിന്റെ നിലമ്പൂർ ഫോറസ്റ്റ് വുഡിന്റെ നാച്ചുറൽ കളറാണ് കേട്ടോ അത്. ഇനി ഇത് നമ്മള് പോളിഷിങ് ചെയ്ത് കഴിയുമ്പോൾ മാറ്റൊക്കെ അടിച്ചു കഴിയുമ്പോൾ അത് വേറെ ലുക്കാവും. മൊത്തം കാണിച്ചു തരാം. ഇതൊക്കെ സ്റ്റെപ്പൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പതിക്കുന്ന വീഡിയോസ് ഒക്കെ ഫുള്ള് ഫോറസ്റ്റ് നിലമ്പൂർ ഡിപ്പോത്തേക്കാട്ടോ. ഡിപ്പോത്തേക്കിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിപ്പോത്തേക്ക് പറഞ്ഞ നാടൻ തേക്കിനെ അപേക്ഷിച്ച് കാതൽ കൂടുതലായിരിക്കും. ഒരു ഗോൾഡിഷ് കളറായിരിക്കും. അതിന്റെ സ്ട്രെയിൻസ് ഒക്കെ കൂടുതലായിരിക്കും. ടെക്നോക്കിനാണ്ട് അളവ് കൂടുതലുള്ള കാരണം തന്നെ നമുക്ക് ഈ ചെതല് അതേപോലെ കുത്താനുള്ള ചാൻസ് നാടൻ തേക്കിനെ അപേക്ഷിച്ചിട്ട് ഉണ്ടാവില്ല. കാരണം ഉറക്കുത്ത് തന്നെയല്ല. ഫുള്ള് റോൾസ് റോയ്സിലൊക്കെ ഇന്റീരിയൽ അതായത് ഡാഷ്ബോർഡിലൊക്കെ നിലമ്പൂര് ഡിപ്പോത്തേക്കാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഫുള്ള് ഡിപ്പോട്ടാണ്. അടിയിൽ വിരിച്ചിരിക്കുന്ന ഒക്കെ ഡിപ്പോണ്. കസ്റ്റമർ സൈറ്റിൽ അവര് മുമ്പിൽ തന്നെ പോളിഷ് ചെയ്യാതെ ഒറിജിനൽ മരം മില്ലിന്ന് ഈർന്നു കൊണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന കേട്ടോ. അതൊക്കെ എന്താ ഈ അടിയിൽ പതിച്ചിരിക്കുന്ന ഒക്കെ ഡിപ്പോണ്. ഇത് വർക്കിംഗ് ഫുള്ളായിട്ടില്ല. ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ നമ്മളിത് കാണിക്കുന്നു മാത്രം. ഇനി ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് പോളിഷിങ് കഴിയുമ്പോഴാണ് ഇതിന്റെ ഫിനിഷിങ് അറിയാം. ഇതൊക്കെ ഇപ്പൊ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഫുൾ കണ്ടോ ഈ സ്ട്രെയിൻസ് ഒക്കെ എടുത്ത് കാണണോ. സ്ട്രെയിൻസ് കണ്ടോ, സ്റ്റെപ്പ് ഇതിലെല്ലാം ഈ അതേപോലെ ആ സൈഡുകളിൽ പോയിക്കുന്ന ഡിസൈൻസ് ഒക്കെ ഡിപ്പാണ്. ഈ വീട്ടിലെ ഫർണിച്ചർ ആയിക്കോട്ടെ, സ്റ്റെയർ ആയിക്കോട്ടെ, ഇനിയിപ്പോ കിച്ചൺ കബോർഡുകളായിക്കോട്ടെ, പിന്നെ റൂമിലുള്ള കട്ടില്, അതേപോലെ ഡൈനിങ് ടേബിള്, ഇവിടെ ഒരു പാർട്ടീഷൻ, അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഡിപ്പോത്തേക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സോഫ സെറ്റ് വരുന്നുണ്ട്. അതൊക്കെ ഡിപ്പോത്തേക്കാട്ടോ. പോളിഷ് വർക്ക് കഴിയുമ്പോഴാണ് ഇതിന്റെ ഫിനിഷിങ് അറിയാൻ കഴിയുള്ളൂ. ഇനി ഇതാ വുഡോളുണ്ട്. ഇവിടെ ഒരു ഇന്റീരിയർ പാർട്ടീഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ സൈറ്റിൽ പണിയുന്ന ആശാരിമാരൊക്കെ അവരെ നാട്ടിലേക്ക് പോയിക്കാണ്. സൺഡേ ആയ കാരണം നമ്മൾ വർക്ക് ചെയ്തത് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ അത് ഈ വീടിന്റെ തന്നെ ഒരു 10-20 മുകളിലുള്ള വീഡിയോസുകൾ വരും. കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് വർക്ക് ഡിപ്പോത്തേക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. സ്റ്റെയർ അതേപോലെ ഇവിടെ കിച്ചൺ ഉണ്ട്. കിച്ചണിലെ റാക്കുകളൊക്കെ ഡിപ്പോത്തേക്കാണ്. അതേപോലെ റൂംസിന്റെ അലമാറ, അതേപോലെ ഇവിടെ ഒരു പാർട്ടീഷൻ, ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്കൊരു പാർട്ടീഷൻ ഒക്കെ ഡിപ്പോത്തേക്കിലാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസൈനുകൾ നമുക്ക് വരും ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഇവിടെ സോഫ വരും, TV യൂണിറ്റ് വരും. ഫുൾ ഐറ്റംസ് നമ്മൾ ഡിപ്പോത്തേക്കിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോണിയൊക്കെ കണ്ടില്ലേ, ഈ സൈഡിങ് ഒക്കെ സൈഡൊക്കെ കണ്ടോ, ഇതൊക്കെ ഡിപ്പോത്തേക്കിലാണ്. മാസ്റ്റർ കാലൊക്കെ നല്ല സ്ട്രോങ് ഐറ്റംസ് മാസ്റ്റർ കാലാണ് കേട്ടോ. ഇത് പോളിഷ് ചെയ്യാതെ ഇങ്ങനെയാണ് ഡിപ്പോത്തേക്ക് ഉണ്ടാവുക. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറൊരു ലുക്കായി മാറും. ഇത് കസ്റ്റമറുടെ മുമ്പിൽ ഇപ്പൊ
ഒറിജിനൽ നിലമ്പൂർ തേക്ക് ഡിപ്പോ തേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ വരാം. അപ്പൊ ഇതേപോലെ പോളിഷ് ചെയ്യാതെ കൊണ്ടുപോയി ഇനി കസ്റ്റമർക്ക് വീട്ടിൽ പോയി പോളിഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി നിലമ്പൂർ നമുക്ക് ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലമ്പൂർ വന്നിട്ട് നമുക്ക് പോളിഷ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കാണാനുള്ള സൗകര്യം ചെയ്തു തരും. പക്ഷെ ഫസ്റ്റ് ഷൊർണൂർ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്യണം. ഡയറക്റ്റ് നിലമ്പൂർ നമ്മൾ പണിയുന്ന ഐറ്റംസ് പോയി കാണാനേ പറ്റുക. കാരണം വർക്ക്ഷോപ്പാണ് നിലമ്പൂർ. അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്യാം. ഇതിപ്പോ തൃശ്ശൂരാണ് സൈറ്റ് ഉള്ളത്. നമ്മുടെ ഷോപ്പ് വരുന്ന പാലക്കാട് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ നമ്മളെ മയിൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വരുന്നത്. ഇനിയൊരു ഷോപ്പുള്ളത് ചെറുതുരുത്തി വെട്ടിക്കാറ്റ് KJM ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് വരിക. അപ്പൊ രണ്ട് ഷോപ്പും 4.5 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. രണ്ട് ജില്ലയായ പോലും പാലക്കാട് മറ്റേ ബോർഡറാണ്, തൃശ്ശൂരിന്റെ ബോർഡറാണ് ഷൊർണൂർ എന്ന് പറയുന്നത്. ഷൊർണൂർ വരാൻ എല്ലാവർക്കും എളുപ്പമാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഉള്ളൂ. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഷോപ്പ് പൊതുവാൾ ജംഗ്ഷനിലാണ് കേട്ടോ. തെറ്റിദ്ധരിച്ച് പോകണ്ട വെച്ചിട്ടാന്ന് പറഞ്ഞ് മയിൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പേരിൽ കുറെ ചെറിയ സാമ്യം കണ്ടിട്ടൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് മാറി പോവാറുണ്ട്. അതിനാണ് എടുത്തു പറയുന്നത്. അപ്പൊ നമ്മുടെ ഷോപ്പ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. 2 ഷോപ്പാണ് നമുക്കുള്ളത്. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് നിലമ്പൂരാണ്. അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്താൽ നമ്മുടെ വർക്ക്ഷോപ്പ് പോയിട്ട് കണ്ട് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ തമിഴ്നാട്, കോയമ്പത്തൂർ, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് പോളിഷ് ചെയ്യാതെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ കൊടുക്കും. ഒറിജിനൽ ഡിപ്പോത്തേക്കുണ്ട്. മരം എടുത്ത് മരം മാർക്ക് ചെയ്ത് അവര് നോക്കിയ മരത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകളുണ്ട്. ഈ നോർമലി ഷോപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, പോളിഷ് ചെയ്ത ഐറ്റംസ് ഉണ്ട്. ഏത് ഐറ്റംസ് വേണം. കാരണം ഡിപ്പോത്തേക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡിപ്പോത്തേക്ക് എന്താന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് അറിയാൻ പറ്റും. നാടൻ തേക്കിന് കുറച്ച് കാതലുള്ള ഡിപ്പോ എന്ന് പറയല്ല. നമ്മൾ യഥാർത്ഥ ഫോറസ്റ്റ് തേക്ക് അതിൽ തന്നെ B ഗ്രേഡ്, C ഗ്രേഡ് ഏത് ഗ്രേഡ് വേണമെന്ന് നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള സൗകര്യം നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിലുണ്ട്. അപ്പൊ ഇത് സ്റ്റെയറിന്റെ വർക്കാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. ഇത് കൂടാതെ ഈ വീടിന്റെ ഫുള്ള് ഒരുപാട് വർക്കുകളുണ്ട്, വെറൈറ്റി വർക്കുകളുണ്ട്. ഇതിപ്പോ ഓരോ ഭാഗമായിട്ട് നമ്മൾ കാണിച്ചു മാത്രം. ഇനി ഗ്ലാസ് ഫിറ്റ് ചെയ്ത് ഇത് പോളിഷ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, അതേപോലെ ഇന്റീരിയല് ഈ വീടിന്റെ, പിന്നെ ബെഡ്റൂമുകള്, ഇതൊക്കെ നമുക്ക് കാണിക്കും. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഇനിയും 1 മാസത്തോളം പണികൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ പല വീഡിയോകളായിട്ട് നമ്മൾ കാണിക്കും. അപ്പൊ നമ്മളെ വിശ്വസിച്ച് തന്ന ഈ വർക്ക് തന്ന തൃശ്ശൂര് നമ്മളെ കോണ്ടാക്ട് ചെയ്ത സാറ് കുറച്ച് വർക്കുകൾ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സാറ് ഉദ്ദേശിച്ചാണ്ട് കൂടുതൽ പെർഫെക്ഷനിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് തന്നെ ആശാരിമാരെ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട്, ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് അവരിവിടെ വന്ന് ചെയ്യുന്നത്. ഇപ്പോൾ സൺഡേ അവരുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ എല്ലാം നിലമ്പൂരിന്റെ തനിമയോട് കൂടിയിട്ട് അവിടെ വർക്കേഴ്സ്, അതേപോലത്തെ അവർ മരം നിലമ്പൂര് മണ്ണിന്റെ പ്രത്യേകത കൊണ്ടാണ് ഒരു ഗോൾഡിഷ് കളറും ഈ ഒരു ഷൈനിങ് കിട്ടുക. എല്ലാ സ്ഥലത്തും മണ്ണിന് തേക്കിനും ഈ ഒരു ഫിനിഷിങ് ആയിരിക്കില്ല. ഈടും ഉറപ്പും കിട്ടും. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല തേക്കുകളിൽ നല്ല ക്വാളിറ്റിയായി കണക്കാക്കപ്പെടുന്ന നിലമ്പൂര് ഫോറസ്റ്റ് വുഡാണ്. ആ വുഡ് കൊണ്ടാണ് നമ്മൾ സ്റ്റെയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. കണ്ടില്ല ആ ഫിനിഷിങ്ങും, ആ ഒരു പോളിഷ് ചെയ്യാതെ തന്നെ ഈ ഫിനിഷിംഗ് ആണ്. നാടൻ തേക്കൊക്കെ കണ്ടറിയാം, വൈറ്റ് കളറിൽ ആകെ ഇത്ര സ്ട്രെയിൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ഡിപ്പോ ആകുമ്പോൾ കണ്ട സ്ട്രെയിൻസുകൾ. ഇനി ഇതിനെ ഒരച്ച് മാറ്റ് പോളിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എലഗന്റ് പ്രീമിയം ലുക്ക് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത് നോക്കിയാൽ മനസ്സിലാവില്ലേ, ഇതിപ്പോ നമ്മൾ വർക്ക് പോളിഷ് ചെയ്യാതെ വർക്ക് ഞാൻ കാണിച്ചു തന്നാണ്. ഇനി പോളിഷ് ചെയ്തിട്ടുള്ള വർക്കുകൾ കാണിക്കും. ഇനി നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.